let's cut across first to Mr. K.C. Venugopal. Mr. Kidva, I'll come back to you. അതോടൊപ്പം തന്നെ കേരളം നൽകിയ ഏറ്റവും വലിയ ഇമോഷണൽ ടച്ച്, വയനാട് നൽകിയ ആ വൈകാരികമായിട്ടുള്ള അടുപ്പം, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ തീരുമാനമായിരുന്നു. ഇത്രയും വരെ This was a very difficult decision for Rahul Gandhi to take. ഈ കാര്യം ചർച്ച ചെയ്യാനായിട്ട് അത് വെച്ച് പാർട്ടി തീരുമാനമെടുത്ത് രാഹുൽ ഗാന്ധി ആ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു. It was a decision taken by the party and Rahul Gandhi has agreed to it. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി പാർട്ടി ആ തീരുമാനം പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി അത് അംഗീകരിക്കുകയായിരുന്നു. When the party conveyed the decision to Priyanka Gandhi, she was also immediately okay with stepping up. അല്ല, അത് രാഹുൽ ഗാന്ധി 5 വർഷമായിട്ട് അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ കൊടുത്ത ഓരോ വിസിറ്റിലും അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ഈ നാടിനെ മറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അത്രയും സ്നേഹവും വാത്സല്യവുമാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ ഒരു Priyanka also has a lot of love for the people of Wayanad because Rahul has represented the seat for 5 years and there are many times when Priyanka has also ഒരു വൈകാരികമായ അടുപ്പം വയനാടിനോടുണ്ട്. ദേശീയ നേതൃത്വത്തിൽ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി അവിടേക്ക് പോകണം, രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ പ്രതിനിധി തന്നെ ഒന്നുമല്ല, അത് അങ്ങനെയുള്ള അത് ഇന്നിപ്പോ ഈ സാഹചര്യത്തിൽ എടുത്ത തീരുമാനമായിട്ട് ഇത് കണക്കാക്കിയാൽ മതി. എത്രത്തോളം പ്രിയങ്ക ഗാന്ധിയാണ് ഓൾറെഡി അനൗൺസ്ഡ്. How do you look at the decision that has been taken? This is one of the excellent decision. One of the excellent decision. Are you not happy? Everybody is happy. Everybody is happy about the decision. Rahul continuing Raebareli and Priyanka ji is going to contest in Wayanad. Both are excellent decisions. അല്ല, അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. Wait and see that Priyanka also will win the bypoll now. No, that we will already Congress President told you that decision we will take later.